ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഏത് കായിക ഇനത്തിലാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി പോൾ വാൾട്ട്. ഏത് കായിക ഇനത്തിലാണ് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചത്? പോൾ വാൾട്ട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മൊസൈക്ക് രോഗത്തെ ചെറുക്കാൻ ശേഷിയുള്ള മരച്ചീനി ഇനം ഏത്? ഓപ്ഷൻ എ ശ്രീശക്തി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മൊസൈക്ക് രോഗത്തെ ചെറുക്കാൻ ശേഷിയുള്ള മരച്ചീനി ഇനം ഏത്? ശ്രീശക്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ ബാലറ്റിൽ പകരം ഏർപ്പെടുത്തിയ സംവിധാനം ഏതാണ്? ഓപ്ഷൻ ഡി എൻഡ് ബട്ടൺ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ ബാലറ്റിൽ പകരം ഏർപ്പെടുത്തിയ സംവിധാനം ഏതാണ്? എൻഡ് ബട്ടൺ. BK തിരുവോത്ത് രചിച്ച അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവചരിത്രമാണ്? ഓപ്ഷൻ സി ഡോക്ടർ KB മേനോൻ. BK തിരുവോത്ത് രചിച്ച അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം കേരളത്തിലെ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചരിത്രമാണ്? ഡോക്ടർ KB മേനോൻ. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആര്? ഓപ്ഷൻ ബി ചെൽസി. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആര്? ചെൽസി. തന്നിരിക്കുന്നവയിൽ ഏത് ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ തിരഞ്ഞെടുക്കപ്പെട്ടത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2026 പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ നായക സ്ഥാനം ആർക്കാണ്? ഓപ്ഷൻ സി സൂര്യകുമാർ യാദവ്. 2026 പുരുഷ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ നായക സ്ഥാനം ആർക്കാണ്? സൂര്യകുമാർ യാദവിന്. റോഡ് സുരക്ഷാ നയം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ രാജസ്ഥാൻ. റോഡ് സുരക്ഷാ നയം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേര്? ഓപ്ഷൻ സി ഓപ്പറേഷൻ ഹരിത കവചം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേര്? ഓപ്പറേഷൻ ഹരിത കവചം. ലെനാകാപാവിർ എന്ന മരുന്നിൻ്റെ കുത്തിവയ്പ്പ് ഏത് രോഗത്തിനെതിരായ പ്രതിരോധത്തിന് ഫലപ്രദമാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ എ HIV. ലെനാകാപാവിർ എന്ന മരുന്നിൻ്റെ കുത്തിവയ്പ്പ് ഏത് രോഗത്തിനെതിരായ പ്രതിരോധത്തിന് ഫലപ്രദമാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്? HIV. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ? ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാമർ? ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലെ ഓണവില്ലിലാണ് ലോഗോയും വ്യാപാര മുദ്രയും ഉള്ളത്? ഓപ്ഷൻ ബി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം.
കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലെ ഓണവില്ലിനാണ് ലോഗോയും വ്യാപാരമുദ്രയും ഉള്ളത്? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. 2023-24 പുറത്തുവിട്ട നീതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം. 2023-24 പുറത്തുവിട്ട നീതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏത്? കേരളം. എല്ലാ വർഷവും സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ജൂൺ 25. എല്ലാ വർഷവും സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത് ജൂൺ 25. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഓപ്ഷൻ എ 1933. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1933. ന്യൂയോർക്ക് ടൈംസ് 2025 പുറത്തിറക്കിയ സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് താരം? ഓപ്ഷൻ ബി ഷാരൂഖ് ഖാൻ. ന്യൂയോർക്ക് ടൈംസ് 2025 പുറത്തിറക്കിയ സ്റ്റൈൽ പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ. സൂപ്പർസോണിക് മിസൈലായ ബ്രാഹ്മോസിൻ്റെ നിർമ്മാണ യൂണിറ്റ് കേന്ദ്രം കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥാപിക്കുന്നത്? ഓപ്ഷൻ സി തിരുവനന്തപുരം. സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിൻ്റെ നിർമ്മാണ യൂണിറ്റ് കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരത്ത്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ഒറ്റഡോക്സ് വാക്സിന് അംഗീകാരം നൽകിയ ലോകത്തെ ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ ഡി ബ്രസീൽ. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ഒറ്റഡോക്സ് വാക്സിന് അംഗീകാരം നൽകിയ ലോകത്തെ ആദ്യ രാജ്യം ഏത്? ബ്രസീൽ. സേവാ തീർത്ത് ഏത് ഭരണാധികാരിയുടെ ഓഫീസ് സമുച്ചയത്തിന് നൽകിയ പേരാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി. സേവാ തീർത്ത് ഏത് ഭരണാധികാരിയുടെ ഓഫീസ് സമുച്ചയത്തിന് നൽകിയ പേരാണ്? പ്രധാനമന്ത്രിയുടെ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സേവാ തീർത്ത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ വിരാട് കോഹ്ലി തൻ്റെ 52ാം ഏകദിന സെഞ്ചുറി നേടി റെക്കോർഡിട്ടത് ഏത് രാജ്യത്തിനെതിരായ മത്സരത്തിലായിരുന്നു? ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ വിരാട് കോഹ്ലി തൻ്റെ 52ാം ഏകദിന സെഞ്ചുറി നേടി റെക്കോർഡിട്ടത് ഏത് രാജ്യത്തിനെതിരായ മത്സരത്തിലായിരുന്നു? ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഏത്? ഓപ്ഷൻ സി കുതിരാൻ തുരങ്കം. കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഏത്? കുതിരാൻ തുരങ്കം. ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ പട്ടണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി. ദേശീയപാത 544 ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ പട്ടണങ്ങൾ ഏതെല്ലാം? പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി. മായന്നൂരിൽ വച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന പോഷക നദി ഏത്? ഓപ്ഷൻ എ ഗായത്രിപ്പുഴ. മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്ന പോഷക നദി ഏതാണ്? ഗായത്രിപ്പുഴ. കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് കേരളത്തിൻ്റെ കെട്ടുറപ്പ്? ഓപ്ഷൻ ബി മലബാർ സിമന്റ്സ് ലിമിറ്റഡ്. കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് കേരളത്തിൻ്റെ കെട്ടുറപ്പ്? മലബാർ സിമന്റ്സ് ലിമിറ്റഡ്. മലബാർ സിമന്റ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ഡി വാളയാർ. മലബാർ സിമന്റ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാളയാർ. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ സി കെൽട്രോൺ. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്താണ്? കെൽട്രോൺ. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750 ജാനുവരി 3 തൃപ്പടിദാനം നടത്തിയ രേഖകളിൽ തിരുവിതാംകൂറിൻ്റെ അതിർത്തി കവണാർ ആയിരുന്നതായി പറയപ്പെടുന്നു. കവണാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? കവണാർ ഇപ്പോൾ അറിയപ്പെടുന്ന എങ്ങനെയാണ്? ഓപ്ഷൻ സി മീനച്ചിലാറ്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750 ജാനുവരി 3 തൃപ്പടിദാനം നടത്തിയ രേഖകളിൽ തിരുവിതാംകൂറിൻ്റെ അതിർത്തി കവണാർ ആയിരുന്നതായി പറയുന്നു.
കവണാർ ഇപ്പോൾ അറിയപ്പെടുന്നത് മീനച്ചിലാർ എന്നാണ്. മീനച്ചിലാർ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. ഏതൊക്കെ ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ? ഓപ്ഷൻ എ ഇടുക്കി, കോട്ടയം. ഏതൊക്കെ ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ? ഇടുക്കി, കോട്ടയം. ആൽഫ്രഡ് ജോർജ് ബേക്കർ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ 1847 സ്ഥാപിച്ച പക്ഷി സങ്കേതം ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി കുമരകം പക്ഷി സങ്കേതം. ആൽഫ്രഡ് ജോർജ് ബേക്കർ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ 1847 സ്ഥാപിച്ച പക്ഷി സങ്കേതം ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കുമരകം പക്ഷി സങ്കേതം. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പണിത അമ്മയും കുഞ്ഞും എന്ന ശില്പം ഏതു ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി പയ്യാമ്പലം ബീച്ച്. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ പണിതീർത്ത അമ്മയും കുഞ്ഞും എന്ന ശില്പം ഏത് ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്? പയ്യാമ്പലം ബീച്ച്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി എലഫന്റ ദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എലഫന്റ ദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്നവയാണ് ആന്ത്രോത്ത് ദ്വീപ്, അമിനി ദ്വീപ്, മിനിക്കോയ് ദ്വീപ് എന്നിവ. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്ന ദ്വീപുകൾ: ആന്ത്രോത്ത് ദ്വീപ്, അമിനി ദ്വീപ്, മിനിക്കോയ് ദ്വീപ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗുജറാത്ത്. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് യോജിച്ച മണ്ണിനം ഏത്? ഓപ്ഷൻ സി പർവ്വത മണ്ണ്. തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് യോജിച്ച മണ്ണിനം ഏത്? പർവ്വത മണ്ണ്. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ചോലവനങ്ങൾ. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ മേഖലാ സസ്യജാലങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചോലവനങ്ങൾ. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിന് നൽകിയ പേര്? ഓപ്ഷൻ ബി അളകനന്ദ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിന് നൽകിയ പേര് അളകനന്ദ. 2026 G20 ഉച്ചകോടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ USA. 2026 G20 ഉച്ചകോടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം USA. ഒരു ടീമിൽ 11 കളിക്കാർ വീതമുള്ള കായിക ഇനത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ബേസ്ബോൾ. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. HCF എന്ന് ഓർത്താൽ മതി. നമ്മുടെ ചാനലിൽ സ്റ്റഡി വിൻ PSC ഇതിൻ്റെ കോഡ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറയാം. 11 കളിക്കാർ വീതമുള്ള കായിക ഇനങ്ങളുടെ കോഡാണ് HCF. അതായത് ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ. ഹോക്കിയിലും ക്രിക്കറ്റിലും ഫുട്ബോളിലും 11 കളിക്കാർ വീതമാണ് ഉള്ളത്. അപ്പോൾ ഒരു ടീമിൽ 11 കളിക്കാർ വീതമുള്ള കായിക ഇനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ബേസ്ബോൾ. ഒരു ടീമിൽ 11 കളിക്കാർ വീതമുള്ള കായിക ഇനത്തിന് ഉള്ള ഉദാഹരണം ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് HCF. അതായത് ഹോക്കിയിലും ക്രിക്കറ്റിലും ഫുട്ബോളിലും 11 കളിക്കാർ വീതം ഉണ്ട്. ഓക്കെ. ഷോർട്സിൽ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യത്തിൻ്റെയും കുറേ കോഡുകളുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും അത് പോയി കണ്ട് പഠിക്കണേ. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി രാത്രിമഴ.
താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തതേതാണ്? രാത്രിമഴ. രാത്രിമഴ സുഗതകുമാരിയുടെ കൃതിയാണ്. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ് കൊച്ചു സീത, ബധിരവിലാപം, ഋതുവിലാസം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ കൊച്ചു സീത, ബധിരവിലാപം, ഋതുവിലാസം. ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ബി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി അമേരിക്ക. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? അമേരിക്കയിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യത്തെ വനിത ആര്? ഓപ്ഷൻ ഡി ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യത്തെ വനിത ആരാണ്? ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം വഹിച്ച ആദ്യത്തെ വനിത ആനി ബെസന്റ് ആണ് കേട്ടോ. ആദ്യത്തെ ഇന്ത്യൻ വനിതയാണെങ്കിൽ അത് സരോജിനി നായിഡു ആണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ വിവിധ സംഭവങ്ങൾ, വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായ ജോഡികൾ: മുസ്ലിം ലീഗ് രൂപവൽക്കരണം 1906, കോൺഗ്രസിലെ പിളർപ്പ് 1907, മിൻറ്റോ മോർലി ഭരണ പരിഷ്കരണം 1909, ലക്നൗ കരാർ 1916. സ്വാതന്ത്ര്യ സമരകാലത്തെ വിവിധ സംഭവങ്ങൾ, വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ശരിയായ ജോഡികളാണ്: മുസ്ലിം ലീഗ് രൂപവൽക്കരണം 1906, കോൺഗ്രസിലെ പിളർപ്പ് 1907, മിൻറ്റോ മോർലി ഭരണ പരിഷ്കരണം 1909, ലക്നൗ കരാർ 1916. അമേരിക്കയിൽ രൂപം കൊണ്ട ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഗദ്ദാർ പാർട്ടി. അമേരിക്കയിൽ രൂപം കൊണ്ട ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനം ഏതാണ്? ഗദ്ദാർ പാർട്ടി. പഞ്ചശീല തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി വിദേശ നയം. പഞ്ചശീല തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിദേശ നയവുമായിട്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ വളർത്തുക. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ വളർത്തുക. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളാണ് കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓർത്തു വയ്ക്കുക കേട്ടോ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച സ്ഥാപനം ഏത്? ഓപ്ഷൻ ബി സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിച്ച സ്ഥാപനം ഏതാണ്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയ വർഷം ഏത്? ഓപ്ഷൻ എ 2018. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 2018. ഓക്കെ. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയ വർഷം 2018. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതിയുടെ അധികാരം
ഏതിനത്തിൽ പെടുന്നു? ഓപ്ഷൻ ബി റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതിയുടെ അധികാരം ഏതിനത്തിൽ പെടുന്നു? റിട്ട് അധികാരം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്ര? ഓപ്ഷൻ സി 65 വയസ്സ് വരെ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 65 വയസ്സ് വരെ. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. അതിദൃഢമായ ഭേദഗതി വ്യവസ്ഥയുള്ള വിഷയം എന്നതിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ജനപ്രാതിനിധ്യ നിയമം. അതിദൃഢമായ ഭേദഗതി വ്യവസ്ഥയുള്ള വിഷയം എന്നതിന് ഉദാഹരണം ഏതാണ്? ജനപ്രാതിനിധ്യ നിയമം. മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലേത്? ഓപ്ഷൻ എ സ്വകാര്യ ബില്ല്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് ഏതാണ്? സ്വകാര്യ ബില്ല്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി 1951 ജനപ്രാതിനിധ്യ നിയമം. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം. ഏത് സാമൂഹിക പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടതാണ് കല്ലുമാല സമരം? ഓപ്ഷൻ എ അയ്യങ്കാളി. ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടതാണ് കല്ലുമാല സമരം? അയ്യങ്കാളി. തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾക്ക് നൽകപ്പെട്ട ആദരസൂചകമായ വിളിപ്പേരുകളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി പെരിയസ്വാമി. തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾക്ക് നൽകപ്പെട്ട ആദരസൂചകമായ വിളിപ്പേരുകളിൽ ഉൾപ്പെടാത്തത് പെരിയസ്വാമി. തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾക്ക് നൽകപ്പെട്ട ആദരസൂചകമായ വിളിപ്പേരുകളിൽ ഉൾപ്പെടുന്നവയാണ് വിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണേ. ചട്ടമ്പി സ്വാമികൾക്ക് നൽകപ്പെട്ട ആദരസൂചകമായ വിളിപ്പേരുകളിൽ ഉൾപ്പെടുന്നവ വിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ. ഗാന്ധിജി തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. ഗാന്ധിജി തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അക്കാമ ചെറിയാൻ. ചരിത്രത്തിൽ തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം. ചരിത്രത്തിൽ തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നത് ഏത്? പുന്നപ്ര വയലാർ സമരം. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി പിണ്ഡം. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് പിണ്ഡം. പലായന പ്രവേഗവുമായി ബന്ധമുള്ളവയാണ് ആരം, ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. അതൊന്ന് ഓർത്ത് വെച്ചോണേ. പലായന പ്രവേഗവുമായി ബന്ധമുള്ളവ ആരം, ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. റേഡിയോ ആക്റ്റീവായ ആൽക്കലി ലോഹം? ഓപ്ഷൻ സി ഫ്രാൻസിയം. റേഡിയോ ആക്റ്റീവായ ആൽക്കലി ലോഹം ഫ്രാൻസിയം. ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്ത്? ഓപ്ഷൻ ബി രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം എന്ത്? രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. പതിമുഖം വെള്ളത്തിൽ ആസിഡ് ചേർന്നാൽ നിറം? ഓപ്ഷൻ ബി മഞ്ഞ. പതിമുഖം വെള്ളത്തിൽ ആസിഡ് ചേർന്നാൽ നിറം എന്താണ്? മഞ്ഞ. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ധർമ്മങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2, 4 ശരി. ശരിയായ പ്രസ്താവനകൾ: രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, നാഡി ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാൻ സഹായിക്കുന്നു, ജീവകം B12 ആഗിരണം ഉറപ്പാക്കുന്നു. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ധർമ്മങ്ങൾ ഏതെല്ലാം? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, നാഡി ആവേഗങ്ങൾ സംപ്രേഷണം ചെയ്യാൻ സഹായിക്കുന്നു, ജീവകം B12 ആഗിരണം ഉറപ്പാക്കുന്നു. ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ഓപ്ഷൻ എ ജോഹാൻസ് കെപ്ലർ.
ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ജൊഹാൻ കെപ്ലർ. സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നവയാണ് ഹൃദയമിടിപ്പ് കൂടുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നവ. സൂര്യപ്രകാശ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ, വിറ്റാമിൻ ഡി. സൂര്യപ്രകാശ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ ഡി. ക്വിക്ക്ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം. ഓപ്ഷൻ എ, കാൽസ്യം ഓക്സൈഡ്. ക്വിക്ക്ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഓക്സൈഡ്. ആറ്റത്തിന്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ ബി, ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ഗുരുത്വാകർഷണ ത്വരണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം. ഓപ്ഷൻ സി, ഭൂമി. ഗുരുത്വാകർഷണ ത്വരണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഗ്രഹം ഭൂമി. അലർജിക്കും വിഷവസ്തുക്കൾക്കുമെതിരായി പ്രവർത്തിക്കുന്നതും ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നതുമായ ആന്റിബോഡി ഏത്? ഓപ്ഷൻ ബി, IgD. അലർജിക്കും വിഷവസ്തുക്കൾക്കുമെതിരായി പ്രവർത്തിക്കുന്നതും ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നതുമായ ആന്റിബോഡി ഏത്? IgD. നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധി. ഓപ്ഷൻ എ, കീലസന്ധി. നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധി കീലസന്ധി. നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗമേത്? ഓപ്ഷൻ ബി, കുഷ്ഠരോഗം. നാഡീവ്യവസ്ഥയെ പ്രധാനമായും ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയും ബാധിക്കുന്ന രോഗം ഏതാണ്? കുഷ്ഠരോഗം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏത്? ഓപ്ഷൻ എ, ഘർഷണബലം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏതാണ്? ഘർഷണബലം. കിരൺ, സൽകീർത്തി, അരുണ എന്നിവ ഏത് വിളയുടെ വിത്തിനങ്ങളാണ്? ഓപ്ഷൻ എ, വെണ്ടയ്ക്ക. കിരൺ, സൽകീർത്തി, അരുണ എന്നിവ ഏത് വിളയുടെ വിത്തിനങ്ങളാണ്? വെണ്ടയ്ക്ക. ന്യൂട്ടൺ എന്നത് എന്തളക്കുവാനുള്ള ഏകകമാണ്? ഓപ്ഷൻ സി, ബലം. ന്യൂട്ടൺ എന്നത് എന്തളക്കുവാനുള്ള ഏകകമാണ്? ബലം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ട വാതകം. ഓപ്ഷൻ എ, ഹീലിയം. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ട വാതകം ഹീലിയം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഡിഫ്തീരിയ രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്. ഓപ്ഷൻ ബി, ഷിക്ക് ടെസ്റ്റ്. താഴെ പറയുന്നവയിൽ ഡിഫ്തീരിയ രോഗത്തിന്റെ നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഷിക്ക് ടെസ്റ്റ്. ഓക്കെ, ഇനി 81 മുതൽ 100 വരെയുള്ള 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചാനലിലുണ്ട്. അതുകൂടാതെ ട്രിക്കുകൾ ഒക്കെയുള്ള വേറെ ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട്, അല്ലാതെ സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ള ചാപ്റ്റർ വൈസിലെ ഏജ് പ്രോബ്ലംസ് ഒക്കെ മാത്സിലെ സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം പോയി കണ്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഞാനൊരു ജനറൽ PSC മാത്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീരുമാനിച്ചിട്ടില്ല. കാരണം ഒരു 50 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ കോഴ്സ് തുടങ്ങത്തുള്ളൂ. കാരണം വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. 500 രൂപ ഫീസിലുള്ള ഒരു ജനറൽ PSC മാത്സ് കോഴ്സാണ്. അപ്പോൾ അത് 10th ലെവലിനും +2 ലെവലിനും ഡിഗ്രി ലെവലിനും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ക്ലാസ് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതൽ മെയ് 31 വരെ ആയിരിക്കും ക്ലാസ്. പിന്നെ അന്നേരം പോർഷൻ തീരാൻ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ കുറച്ച് നാളോട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ചാനലിൽ നോക്കിയിട്ട് മാത്സ് ക്ലാസ്സുകൾ, യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കണം. അങ്ങനെ ഒരു 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്